ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് നെത്തോലി വറ്റിച്ചത് നോക്കാം. നെത്തോലി കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. ഇനി പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഉലുവ കടുക് ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടിയ ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി മൂത്തതിന് ശേഷം നമുക്ക് 10 ചെറുള്ളി അരിഞ്ഞതും 4 പച്ചമുളക് ഇതും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. നമുക്കൊരു തക്കാളിപ്പഴം കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിപ്പഴമൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അടുത്തായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 കഷ്ണം തോട്ടുപുളിയാണ് എടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം അരപ്പൊക്കെ നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ചെറിയ നെത്തോലിയാണ് ഇത് വറ്റിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ അടിപൊളി നെത്തോലി വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ.